സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് റിയാദിലെ നിയമസഹായ സമിതി. മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സമിതി വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി പൂർത്തിയായത്. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനായുള്ള നടപടികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റിയാദിലെ ഇന്ത്യൻ എംബസിയും അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകരും പവർ ഓഫ് അറ്റോർണിയും ഉൾപ്പെടെയുള്ളവർ ജയിലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നടപടിക്രമങ്ങൾ വൈകുന്നതിൽ അസ്വാഭാവികത ഇല്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന നിയമസഹായ സമിതി വരും ദിവസങ്ങളിൽ തന്നെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നു. സൗദി അറേബ്യയിൽ സർക്കാർ മേഖല പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ അവധി കാരണം മോചനം വൈകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധിക്ക് ശേഷം ഞായറാഴ്ചയോടെ മോചനത്തിനായുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാകും. തുടർ നടപടികളുടെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മോചനത്തിനുള്ള ഒപ്പും അനുമതിയും ലഭിച്ചാലുടൻ യാത്രാരേഖയായ എമർജൻസി സർട്ടിഫിക്കറ്റിൽ ഫൈനൽ എക്സിറ്റ് അടിക്കും. റിയാദിലെ ഇന്ത്യൻ എംബസി ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം വിമാന ടിക്കറ്റ് എടുത്ത് ജയിലിൽ നിന്ന് നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിച്ചാകും അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് കയറ്റിവിടുക. 2006 തന്റെ പരിചരണത്തിലുണ്ടായിരുന്ന രോഗിയായ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. സ്വകാര്യ അവകാശ കേസിൽ കോടതി അബ്ദുൾ റഹീമിന് വധശിക്ഷയായിരുന്നു വിധിച്ചത്. 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടിയോളം രൂപ ദിയാധനമായി വാങ്ങി സൗദി കുടുംബം അബ്ദുൾ റഹീമിന് മാപ്പ് നൽകിയതോടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ജലീൽ കടമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.